ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് അവർ വധിച്ചത്. ഇതിനെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ശക്തമായിരുന്നു. ഇസ്രായേലിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന ഇന്ത്യ പോലും വധത്തിൽ അപലപിച്ചത് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിലായി പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി അധികാരം ഏറ്റെടുത്തു. ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് അമേരിക്ക പ്രതികരിച്ചത്. ഇതോടെ മുജ്തബയെയും വധിക്കുവാനുള്ള സാധ്യതകളിലേക്ക് യുദ്ധം നീങ്ങുമെന്ന രീതിയിൽ അഭ്യൂഹം പരന്നെങ്കിലും വമ്പൻ ട്വിസ്റ്റ് ഇവിടെ സംഭവിച്ചു. മുജ്തബയ്ക്ക് സംരക്ഷണമൊരുക്കി ചൈന രംഗത്ത് വന്നതോടെ ഈ ഓപ്പറേഷനിൽ നിന്ന് അമേരിക്ക പിന്മാറിയിരിക്കുകയാണ്. ഇസ്രായേൽ സായുധ നടപടിയിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി വധിക്കപ്പെട്ടതിനെ തുടർന്ന് ഖമനേയിയുടെ പിൻഗാമിക്കെതിരെ ഇസ്രായേൽ സൈന്യം ഭീഷണി ഉയർത്തിയതിന് പിന്നാലെയാണ് ചൈനയുടെ ഈ നിലപാട് വന്നിരിക്കുന്നത്. മുജ്തബ ഖമനേയിയെ പരമോന്നത നേതാവായി നിയമിച്ചത് ഇറാന്റെ ആഭ്യന്തര കാര്യമാണെന്ന് ചൈന വിശേഷിപ്പിച്ചു. ന്യായീകരണം എന്തുതന്നെയായാലും മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ ചൈന എതിർക്കുന്നു. ഇറാന്റെ പരമാധികാരം, സുരക്ഷ, പ്രാദേശിക സമഗ്രത എന്നിവ മാനിക്കപ്പെടണം. വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവാ ചിയാഗൂൻ ഇക്കാര്യം പ്രഖ്യാപിച്ചതോടെയാണ് അമേരിക്ക പിൻവലിഞ്ഞ് നിൽക്കുന്നത്. മുജ്തബയുടെ നിയമനം ഇറാനിലെ ഭരണഘടനാപരമായ പ്രക്രിയയിലൂടെയാണ് നടന്നതെന്നും ചൈന അറിയിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ ഏഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ചൈനയുടെ പ്രസ്താവന വന്നത്. ഇറാനെതിരെയുള്ള ഇസ്രായേൽ ആക്രമണങ്ങളെ നിയമവിരുദ്ധം എന്ന് വിശേഷിപ്പിച്ച ചൈന വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും തങ്ങളുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇറാനോടുള്ള ചൈനയുടെ പിന്തുണ നയതന്ത്ര, സാമ്പത്തിക, സൈനിക, സാങ്കേതിക വഴികളിലൂടെ വ്യാപിച്ചു കിടക്കുന്നതാണ്. നയതന്ത്രപരമായി വിദേശകാര്യ മന്ത്രിമാരായ വാങ് യി, മാവോ നിങ് എന്നിവർ ഇറാന്റെ പരമാധികാരത്തെ പിന്തുണയ്ക്കുകയും പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉറപ്പാക്കാൻ ഇടക്കാല നേതൃത്വവുമായി ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചൈനയെ സംബന്ധിച്ച് അവരുടെ എണ്ണ ഇറക്കുമതിയിൽ ഭൂരിഭാഗവും ഇറാനിൽ നിന്നാണ്. ആ രാജ്യം അപകടത്തിലാകുമ്പോൾ എങ്ങനെ നോക്കി നിൽക്കുമെന്നാണ് ചൈന പറയുന്നത്. നേരത്തെ ആകാശ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന വേളയിൽ ചില യുദ്ധവിമാനങ്ങൾ ചൈന ഇറാന് കൈമാറിയിരുന്നു. ഈ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് കടൽമാർഗമുള്ള യുദ്ധത്തിൽ ഇറാൻ മുൻപന്തിയിലെത്തിയത്. ഇറാനിൽ നിന്നുള്ള എണ്ണയുടെ 80 മുതൽ 90% ഇപ്പോഴും ചൈന വാങ്ങുന്നുണ്ട്. $400 ബില്യൺ വിലമതിക്കുന്ന 25 വർഷത്തെ കരാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൂടാതെ സാമ്പത്തിക സഹായവും പരിഗണിക്കുന്നുണ്ട്. സൈനികമായി ചൈന മിസൈലുകൾ, ഡ്രോണുകൾ, സൈബർ സഹായങ്ങൾ എന്നിവ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് പിന്നാലെ രാജ്യത്തെ ഉന്നത നേതൃത്വത്തിനുള്ളിൽ കടുത്ത ഭിന്നതകൾ രൂപപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലുമായുള്ള യുദ്ധം 2ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ഭരണ നേതൃത്വത്തിലുള്ള മിതവാദികളും തീവ്ര നിലപാടുകാരും തമ്മിലുള്ള തർക്കങ്ങൾ ഇറാൻ ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാനും ചൈനയെയാണ് ഭരണകൂടം വിളിക്കുന്നത്. തിടുക്കപ്പെട്ട് പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഈ പ്രതിസന്ധി മറികടക്കാനാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പറയുന്നത്. ഖമനേയിയുടെ മരണശേഷം രൂപീകരിച്ച താൽക്കാലിക സമിതിയിലെ അംഗമായ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ നടത്തിയ പ്രസ്താവനയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അയൽ രാജ്യങ്ങളായ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ അദ്ദേഹം പരസ്യമായി മാപ്പ് പറഞ്ഞിരുന്നു. റവല്യൂഷണറി ഗാർഡിലെയും പൗരോഹിത്യ നേതൃത്വത്തിലെയും തീവ്ര നിലപാടുകാരിൽ നിന്ന് കടുത്ത എതിർപ്പ് നേരിട്ടതോടെ മണിക്കൂറുകൾക്കുള്ളിൽ ആ നേതാവ് തന്റെ പ്രസ്താവന തിരുത്തിയതും നമ്മൾ കണ്ടു. തന്റെ വാക്കുകൾ ശത്രുക്കൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും ഇറാന്റെ പ്രതിരോധ നയത്തിൽ മാറ്റമില്ലെന്നും അദ്ദേഹം പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്. സിവിലിയൻ നേതൃത്വത്തിന്റെ മേൽനോട്ടമില്ലാതെ സൈനിക തീരുമാനങ്ങൾ എടുക്കാൻ സൈന്യം മുജ്തബയുടെ നിയമനത്തിലൂടെ ശ്രമിക്കുന്നുവെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. നിലവിൽ സിവിലിയൻ നേതൃത്വത്തെക്കാൾ നിർണായകമായ ശബ്ദം IRGCയുടേതായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇറാന്റെ പുതിയ നേതൃത്വത്തിന് അമേരിക്കയും ഇസ്രായേലും കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ചൈന വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്.